ഇന്ന് സൺഡേ ആണ്. മൺഡേ ടു സാറ്റർഡേ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ചധികം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് സൺഡേ രാവിലെ എഴുന്നേൽക്കാറുള്ളത്. സാറ്റർഡേ നൈറ്റ് വീക്കെൻഡ് മൂഡിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാറുള്ളത്. സൺഡേ പിന്നെ ഫുൾ റെസ്റ്റ് ഡേ ആയിട്ട് ഇവിടെ വന്ന കാലം തൊട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പുതിയ ഫ്ലാറ്റിലെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു വിൻഡോ ആണ്. വർക്ക് ഡേയ്സിൽ ഇതിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിയാറില്ല. പുറത്ത് നല്ല ചൂടാണ്. ഇന്നും വർക്കുള്ളവർ കാണും. 1 വീക്കിൽ 2 ദിവസമാണ് ലോണ്ടറി ചെയ്യാറുള്ളത്. രാവിലെ ചെയ്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ ആ പണിയിലോട്ടാണ് ആദ്യം കടന്നത്. ഞാൻ ചെയ്യുന്ന കണ്ട് മറന്നിരുന്നതായിരുന്നു. ഒരാളും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇന്നെനിക്ക് എഴുതി വെച്ച് ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ബോഡിയും സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് പ്രെപ്പ് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ എന്നെ പോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി ആളുകളും സൺഡേ ഒരു ബോഡി പ്രെപ്പ് ഡേ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കഴിക്കാറുള്ളത്. ഇന്നൊരു ആപ്പിളും ഒരു ബനാനയുടെ പകുതിയാണ് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ 11-11:30 ആയിരുന്നു. പിന്നെ ഞാൻ ബ്രെഡ് കഴിക്കാറുണ്ട്. ബ്രെഡിൽ ഹേസൽനട്ടുള്ള ന്യൂട്ടല്ലയാണ് തേക്കാറുള്ളത്. എന്താണെന്നറിയില്ല, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് നന്നായിട്ട് വിശന്നു. അതുകൊണ്ട് തന്നെ തലേന്നത്തെ മെസ്സിൻ്റെ ബാക്കി വന്ന ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കറി ഞാൻ ചൂടാക്കി തലേന്നത്തെ മെസ്സിൽ തന്നെ അപ്പവുമായിട്ട് ചേർത്താണ് കഴിച്ചത്. കഴിച്ചപ്പോൾ ചെറിയൊരാശ്വാസം കിട്ടി. പിന്നെ കുറേ നേരം ഞങ്ങൾ നട്ട്സൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് സോഫയിലിരുന്നു. ആഫ്റ്റർ ദാറ്റ് ലഞ്ച് വന്നിരുന്നു. പിന്നെ അതെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഞങ്ങളിവിടെ വന്നിട്ടുള്ള ഒരുമിച്ചുള്ള സൺഡേ ആണ്. എൻ്റെ മെസ്സിലെ കറിയും ജാഫയുടെ മെസ്സിലെ കറിയും നിത്യ ചേച്ചിയുടെ ഔൺ കറിയും എല്ലാം കൂടെ ആയപ്പോൾ നല്ലതായിരുന്നു. വേസ്റ്റൊക്കെ ഗാർബേജിൽ കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് റൂമിലേക്ക് വന്നത്. ഇവിടെ എല്ലാവരും ആ ഒരു ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പടക്കള മൂവിയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി. ഹെയർ വാഷ് ചെയ്യുന്നത് വെനസ്ഡേ സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം മസാജ് ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. ഇന്ന് കോഫിയുടെ കൂടെ സ്പെഷ്യലായിട്ട് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. കോഫി കുടിച്ച് വന്നപ്പോൾ തന്നെ 7 മണിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ 7 മണിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല പുറത്ത്. കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് ജാഫയുടെ പുതിയൊരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. അവളെ കൂട്ടാൻ വേണ്ടി താഴോട്ട് പോയി. ദേവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യം പറഞ്ഞ് ഫുഡ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ടാക്സി വന്നു. അവൾ പോയി. നാളെ വർക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളും കിടക്കുകയാണ് ഉണ്ടായത്.